ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 1 ദിനവൃത്താന്ത പുസ്തകം 4-ാം അധ്യായം 10-ാം വാക്യത്തിൽ യബ്ബേസ് ദൈവത്തോട് അപേക്ഷിച്ചു, അവൻ അപേക്ഷിച്ചതിനെ ദൈവത്തിന് നൽകി. തന്റെ മാതാവ് തന്നെ യബ്ബേസ് എന്ന് പേരിടാൻ കാരണം ഒരു വ്യസനപുത്രനായി താൻ ജനിക്കപ്പെട്ടു എന്നുള്ളതാണ്. അംഗഹീനനായിട്ടോ ബുദ്ധിമാന്ദ്യം സംഭവിച്ചവനായിട്ടോ ആ മാതാവിന്റെ മറ്റു കുഞ്ഞുങ്ങളിൽ നിന്ന് വ്യത്യസ്തനായി ജനിക്കപ്പെട്ട ഒരു പൈതൽ. അത് മുഖാന്തരമായി മറ്റ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന യാതൊരു തരത്തിലുള്ളതായ പരിഗണനകളും കിട്ടാതെ വണ്ണം, സ്നേഹവും കിട്ടാതെ വണ്ണം, ഇവനെ കൊണ്ടൊരു പ്രത്യാശയുമില്ലല്ലോ, ഇവനെ കൊണ്ട് ഇനി ഒരു യാതൊരു തരത്തിലുള്ളതായ ഹോപ്പും ജീവിതത്തിലില്ല, അതുകൊണ്ട് ഒറ്റപ്പെട്ടവനായും അർഹിക്കപ്പെട്ടത് പലതും നിഷേധിക്കപ്പെട്ടവനായും പലപ്പോഴും ആയിത്തീർന്ന യബ്ബേസ് ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വന്ന ദൈവത്തോട് തന്റെ ഹൃദയത്തെ പകരുകയാണ്. ഒരു സൈഡിൽ സ്നേഹിക്കുവാൻ തക്കവണ്ണം നിയോഗിക്കപ്പെട്ടവർ തള്ളിക്കളഞ്ഞു, മറ്റൊരു സൈഡിൽ അർഹിക്കപ്പെട്ട പല നന്മകളും നിഷേധിക്കപ്പെട്ടു. ജീവിതത്തിന്റെ യാതൊന്നിനും ഇനിയും സാധ്യതകളൊന്നും കാണുന്നില്ല. എല്ലായിടങ്ങളിലും തകർച്ചയും വേദനകളും നിരാശകളും ഒറ്റപ്പെടലുകളും മാത്രം. എന്നാൽ ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ വിടുവിക്കുന്ന ദൈവമാണ്. യബ്ബേസ് തന്റെ ദൈവത്തോട് ഈ ഒറ്റപ്പെട്ടു പോയ സാഹചര്യത്തിൽ മനുഷ്യരെല്ലാവരും അസാധ്യമെന്നും തകർന്നു എന്നും ഇല്ല എന്നും പ്രത്യാശയ്ക്ക് വകയില്ലെന്നും ഭാവിയില്ലെന്നും ഒക്കെ പറഞ്ഞ് തള്ളപ്പെട്ട സ്ഥാനത്ത് ഇതാ യഹോവയോട് അപേക്ഷിക്കുക, യഹോവേ, അങ്ങേ എന്നെ നിശ്ചയമായും അനുഗ്രഹിക്കണമേ, അങ്ങേ എൻ്റെ അതിരിനെ വിസ്താരമാക്കണമേ, അങ്ങയുടെ കരമെന്നോട് കൂടെ ഇരിക്കുമാറാകണമേ, അനർത്ഥം വ്യസനകരമാകാതെ എന്നെ കാക്കണം. 4 കാര്യമായി യബ്ബേസ് അപേക്ഷിച്ചത്. അതേ പ്രിയപ്പെട്ടവരെ, അതിരിനെ വിസ്താരമാക്കുന്ന ദൈവം. നിനക്ക് ബുദ്ധിമാന്ദ്യമാണോ, ആരോഗ്യ പ്രശ്നമാണോ, അംഗഹീനതയാണോ, എന്താണ് നീ ഒറ്റപ്പെടാൻ ഇപ്പോൾ കാരണമായിരിക്കുന്നത്? ലോകം പ്രതീക്ഷിച്ചതുപോലെ, മാതാപിതാക്കൾ പ്രതീക്ഷിച്ചതുപോലെ, സഹോദരങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ, മറ്റുള്ളവർ പ്രതീക്ഷിച്ചതുപോലെ ജീവിതത്തിൽ ഒന്നും എത്തിപ്പിടിക്കാൻ കഴിയാതെ ഒറ്റപ്പെട്ടു പോയ അവസ്ഥയല്ലേ? രാവിലെ സമയം ദൈവാത്മാവ് പറയുന്നു, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. നിന്റെ ഹൃദയം യഹോവയുടെ സന്നിധിയിൽ പകരുവാൻ രാവിലെ മനസ്സ് വെക്കാമോ? ദൈവത്തോട് ഇന്ന് രാവിലെ നിങ്ങൾ അപേക്ഷിക്കുന്നതിനെ ദൈവം നിങ്ങൾക്ക് നൽകിത്തരും. യബ്ബേസ് അപേക്ഷിച്ചു, ദൈവം അതവന് നൽകിക്കൊടുത്തു. രാവിലെ സമയം ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കുവാൻ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഒറ്റപ്പെടുത്തലുകളും വേദനിപ്പിക്കുന്ന അനുഭവങ്ങളും ധാരാളമുണ്ടെങ്കിലും അതിൽ നിന്ന് വിടുവിക്കുവാൻ